രജനീകാന്തും കമൽഹാസനും വിജയും ഒരുമിച്ച് ഒരേ സമയത്ത് ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സീസൺ. ആ ഒരു വർഷവും ആ ഒരു സീസണിലെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2005 ഏപ്രിൽ നമ്മുടെ വിഷു സീസൺ പോലെ തമിഴ്നാട്ടിലും അവരുടെ ഒരു ഉത്സവ കാലമാണ് പുതുവർഷം. ആ ഒരു വർഷം പ്രധാനപ്പെട്ട ആ ഒരു സീസണിൽ 3 സിനിമകളാണ് അന്ന് തമിഴ്നാട്ടിലെ തിയേറ്ററുകൾ റിലീസായിരുന്നു. തമിഴ്നാട്ടിലല്ല, ഇവിടെ റിലീസായിരുന്നു. ഇവിടെ 3 തമിഴ് സിനിമകൾ. അതിലൊരു പ്രധാന സിനിമ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി. ഇപ്പോൾ രജനീകാന്തിന് അന്ന് ഒരു 3 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സിനിമ പറയുന്നത്. അപ്പം ബാബ എന്ന് പറയുന്ന ഒരു സിനിമ രജനീകാന്ത് നമുക്കറിയാം 95 ശേഷം ഒരു ഗ്യാപ്പിട്ടാണ് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 95 കഴിഞ്ഞ് പിന്നെ 97 അരുണാചലം, 99 പടയപ്പ, അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് ബാബ. ഇതിനിടയ്ക്ക് ഒരു 1-2 ഹിന്ദി സിനിമ തെലുങ്കിലൊക്കെ വന്നിരുന്നു തോന്നുന്നു. അതൊക്കെ കുറച്ച് ലൈറ്റ് റിലീസോ അതോ ഗസ്റ്റോളോ ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ തമിഴാണ് പറയുന്നത്. 2002 ബാബ കഴിഞ്ഞാൽ രജനീകാന്ത് അന്ന് അഭിനയം നിർത്തും, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങും, ഇങ്ങനെ പല പല കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബാബ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. ഗ്രോസ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ ആയിരുന്നു. പക്ഷെ നഷ്ടം, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നഷ്ടം വന്നു, രജനീകാന്തൊന്നും നഷ്ടം നികത്തി എന്നൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. അതിൽ ബാബയ്ക്ക് ശേഷം രജനീകാന്ത് ഏതൊരു സിനിമ ചെയ്യും, അപ്പോൾ പല പല ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക്. പി വാസു എന്ന് പറയുന്ന സംവിധായകൻ, ലെജൻഡാണ് അദ്ദേഹം. സൗത്ത് ഇന്ത്യയിലെ മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയിലും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഒരു സിനിമ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്ക് അന്ന് നമ്മുടെ വിഷ്ണുവർദ്ധനെയൊക്കെ വെച്ച് ചെയ്തു. ആത്മമിത്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. ആ സിനിമ അന്ന് ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ രജനീകാന്തിന് ആ സിനിമ റീമേക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ നടൻ പ്രഭുവിൻ്റെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനി ശിവാജി പ്രൊഡക്ഷൻസ് അവർക്ക് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അവരെ വെച്ചൊരു സിനിമ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ പി വാസുവിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചന്ദ്രമുഖി റീമേക്ക്, അതായത് അന്ന് ആത്മമിത്ര റീമേക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് അദ്ദേഹം ഒന്ന് റീവർക്ക് ചെയ്തു. മോഹൻലാലിന്റെ കഥാപാത്രം ശരിക്കും ഇന്റർവെല് തൊട്ടുമ്പോൾ വരാം, പക്ഷെ ഇതിൽ രജനീകാന്ത് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ട്. അതിനെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി അദ്ദേഹം ആ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി രജനീകാന്തായിട്ട് ഓരോ സീനും ഡിസ്കസ് ചെയ്ത് അവര് ഫുൾ രജനീകാന്തിന് ഹിറ്റ് ആവശ്യമാണ്. അങ്ങനെ രജനീകാന്തിന് കൂടി കോൺട്രിബ്യൂഷനിൽ ആ ഒരു സിനിമ ഒന്ന് എന്താ പറയുക സ്ക്രിപ്റ്റൊക്കെ പൊലിപ്പിച്ചെടുത്ത് ആണ് ആ സിനിമ തുടങ്ങുന്നത്. വടിവേലുവിന്റെ കഥാപാത്രം രജനീകാന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വടിവേലു തന്നെ വേണം എന്ന് പറഞ്ഞ വടിവേലുവിന്റെ ക്യാരക്ടർ. പിന്നെ എല്ലാ നായികമാരായിട്ട് ഒരുപാട് പേര് നോക്കി. ആദ്യം സിമ്രാനായിരുന്നു അന്ന്, പക്ഷെ സിമ്രാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് സിമ്രാൻ അന്ന് ഡാൻസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് സിമ്രാൻ ചെയ്തില്ല. പിന്നെ ഐശ്വര്യനെ നോക്കി, സദേനെ ആലോചിച്ചിരുന്നു. അങ്ങനെ അവസാനമാണ് ജ്യോതികയിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്കറിയാം ബാക്കി കാസ്റ്റ് പ്രഭു തന്നെയാണ് അതിലെ സുരേഷ് ഗോപിയുടെ വേഷമൊക്കെ ചെയ്തത്. ആ സിനിമ അന്ന് തിയേറ്ററുകളിൽ ഈ പറഞ്ഞ പുതുവർഷം ഇറങ്ങുന്നു. രജനീകാന്തിന്റെ അതുവരെയുള്ള ബാബയെക്കാട്ടും കൂടുതൽ സ്ക്രീൻസ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു. പിന്നെയാണ് സച്ചിൻ എന്ന് പറയുന്ന സിനിമ. അത് നമുക്ക് ഇന്നത്തെ ജനറേഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും റിപ്പീറ്റായിട്ട് കാണുന്നതാണ്. ഈ അടുത്ത് റിലീസ് ചെയ്തപ്പോഴും നമ്മളൊക്കെ പലവരും തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടിട്ടുണ്ട്. സച്ചിൻ ശരിക്ക് ഈ പറയുന്ന ജോൺ മഹേന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ, മഹേന്ദ്രൻ എന്ന് പറയുന്ന സീനിയർ നടനും സംവിധായകൻ, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം നീതോ എന്ന് പറഞ്ഞൊരു തെലുങ്കിൽ ഒരു സിനിമന്റെ തൊട്ടുമ്പത്തെ വർഷം ചെയ്തിരുന്നു. പക്ഷെ തെലുങ്കിൽ ആ സിനിമ അവിടെ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഫ്ലോപ്പ് ആയ ആ സിനിമ തന്നെ അദ്ദേഹത്തിന് അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അദ്ദേഹം അത് എടുത്തിട്ടാണ് വിജയ്ക്ക് വേണ്ടി ഒന്നും കൂടി റീവർക്ക് ചെയ്തിട്ട് ആ സിനിമ തമിഴിൽ ചെയ്തത്. ആ സിനിമ ശരിക്കും വിജയുടെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ പറയുന്ന തിരുപ്പാച്ചിയോ അല്ലെങ്കിൽ ഗില്ലി ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു വിജയമല്ല, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. അത് അത്യാവശ്യം ഓടി, അന്ന് ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടി. അന്ന് ഞാനൊരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്, ചെന്നൈയിൽ ഒരു തിയേറ്ററിൽ അന്ന് 175 ദിവസം ആ ഒരു സിനിമ ഓടിയിട്ട് ഒരു സക്സസ് മീറ്റ് ഒക്കെ നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു ബോക്സ് ഓഫീസ് അല്ല, അതൊരു ആ വർഷത്തെ ഒരു ടോപ്പ് ഗ്രോസ് സിനിമയൊന്നുമായി അത് മാറിയില്ല. പക്ഷെ എങ്കിലും ആ ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അന്ന് ആ സിനിമ ഏകദേശം ഒരു 10 കോടി രൂപയെ അന്ന് കളക്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞ് റിലീസ് ചെയ്ത് 6 കോടി കളക്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ നേരത്തെ ഗില്ലിനെ കുറിച്ച് പറഞ്ഞ പോലെ. പിന്നെ മറ്റൊരു സിനിമ മുംബൈ എക്സ്പ്രസ്, കമലഹാസന്റെ സ്ഥിരം സംവിധായകനായ സിംഗീതം ശ്രീനിവാസ റാവു ആണ് സിനിമ സംവിധാനം ചെയ്തത്. കമലഹാസൻ തന്നെയാണ് അത് എഴുതി നിർമ്മിച്ചതൊക്കെ. അതിൽ മനീഷ കൊയ്രാളയായിരുന്നു നായികയായിട്ടുള്ളത്. പക്ഷെ ആ സിനിമ ഒരു ഫ്ലോപ്പായിരുന്നു. അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരുന്നു. ഞാൻ അന്ന് കണ്ടിട്ട്, ഇപ്പൊ കുറെ ആയി കണ്ടിട്ട്. എന്തായാലും ചെറിയൊരു കിഡ്നാപ്പും തമാശ ഒക്കെ കമലഹാസൻ സിംഗീതം ശ്രീനിവാസ റാവു സിനിമകൾ എന്ന് പറയുമ്പോൾ മൈക്കിൾ മത കാമരാജനൊക്കെ പോലത്തെ കുറെ രസകരമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അവരൊരു ഹിറ്റ് കോംബോയാണ്.
പക്ഷേ ഈ സിനിമ അന്ന് അവിടെ ഫ്ലോപ്പ് തന്നെ. അദ്ദേഹം അത് ഹിന്ദിയിലും തമിഴിലും, എനിക്കോട് തെലുങ്കിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഹിന്ദിയിലും തമിഴിലും കൂടിയാണ് അന്നത് ചെയ്തത്. കുറെ ആർട്ടിസ്റ്റുകളൊക്കെ, അവിടുത്തെ ആർട്ടിസ്റ്റുകളെ ഹിന്ദിയിൽ അഭിനയിപ്പിക്കുന്നു, തമിഴിലെ ആർട്ടിസ്റ്റുകൾ തമിഴിൽ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ആ സിനിമ അന്ന് പരാജയമായിരുന്നു. എന്തായാലും ഈ 3 സിനിമകളിൽ അന്ന് ചന്ദ്രമുഖി തന്നെയായിരുന്നു അന്ന് നമ്പർ 1. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചന്ദ്രമുഖിയായിരുന്നു. ചന്ദ്രമുഖി കഴിഞ്ഞിട്ട് പിന്നെ അന്യൻ, പിന്നെ ഗജനി, അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാറ്റസ്. ചന്ദ്രമുഖി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സച്ചിനും ഒരു ഹിറ്റാണ്. ചന്ദ്രമുഖി ബ്ലോക്ക് ബസ്റ്ററാണ്. ബോംബെ എക്സ്പ്രസ് പക്ഷെ ഫ്ലോപ്പാണ്. ഇത് കഴിഞ്ഞ് 2005 മെയ്യിൽ കുറച്ച് സിനിമകളുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ ജിത്തൻ രമേശ് എന്ന് വിളിക്കുന്ന നടൻ ജീവയുടെ സഹോദരൻ രമേശ് ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് ജിത്തൻ. പൂജ, പിന്നെ കലാഭൻ മണി ശക്തമായിട്ടുള്ള റോള് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. ശരത് കുമാർ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമ അന്ന് അവിടെ അത്യാവശ്യം വിജയിച്ച ഒരു സിനിമ. ജിത്തൻ രമേശിന് ഒരു ഹീറോ ആയിട്ടൊരു ഒരു സീറ്റ് കിട്ടിയ, അല്ലെങ്കിൽ ഒരു സ്പേസ് കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ കനാകണ്ടേൻ, വളരെ ഹിറ്റായ ഒരു ക്യാമറാമാൻ, വളരെ പേരുകെട്ട ക്യാമറാമാൻ KV ആനന്ദ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ശ്രീകാന്തും ഗോപികയും, അന്ന് ഗോപിക ഓട്ടോഗ്രാഫ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ശ്രീകാന്ത് റോജാക്കൂട്ടം ഒക്കെ മറ്റേ ഏപ്രിൽ മാസത്തിലൊക്കെ കഴിഞ്ഞ ശ്രീകാന്ത് വന്നൊരു മുൻനിരയിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സമയമാണ്. ഇവർ രണ്ടുപേരും വെച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. അതിലൊരു ശക്തമായിട്ടുള്ള വില്ലൻ വേഷം ഉണ്ട്. അന്ന് KV ആനന്ദിന്റെ മനസ്സിൽ സൂര്യയായിരുന്നു. സൂര്യനെ വിളിച്ചതാണ്. പക്ഷെ സൂര്യക്ക് വില്ലൻ വേഷം ചെയ്യാൻ ഒരു താല്പര്യം തോന്നിയില്ല. മാധവനെയും വിളിച്ചു, മാധവനും താല്പര്യമില്ല. അങ്ങനെയാണ് മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജ് വരുന്നത്. പൃഥ്വിരാജ് നമ്മൾ നേരത്തെ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ പൃഥ്വിരാജിന് കുറച്ച് മോശ സമയമാണ്. സത്യം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഇവിടെ കുറച്ച് വിലക്കൊക്കെ നിൽക്കുന്ന സമയത്താണ് തമിഴിൽ ഓഫർ വരുന്നത്. അങ്ങനെ തമിഴിൽ പൃഥ്വിരാജ് അവിടെ ഗംഭീരമായിട്ട് ചെയ്തു. അവിടെ ഞെട്ടിച്ചു പൃഥ്വിരാജ്. അങ്ങനത്തെ ഒരു വില്ലനെ മലയാളം അന്ന് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പൃഥ്വിരാജ് ഇത് ചെയ്തു. ആ സിനിമ അന്ന് അവിടെ അത്യാവശ്യം നന്നായിട്ട് ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ അറുന്തും അറിയാമലും എന്ന് പറയുന്ന ഒരു സിനിമ, വിഷ്ണുവർദ്ധൻ എന്ന സംവിധായകന്റെ സിനിമ. ആര്യയുടെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും. ആര്യ ആദ്യം വേറൊരു സിനിമയാണ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ചെയ്ത, പക്ഷേ ഇതാണ് ആദ്യം റിലീസായത്. പ്രകാശ് രാജ് ഞെട്ടിച്ച സോങ്സ് ഒക്കെ കൊണ്ട് ഞെട്ടിച്ചൊരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമ അവിടെ 175 ദിവസം വളരെ സർപ്രൈസ് ഹിറ്റായിരുന്നു. കാരണം വലിയ താരങ്ങളൊന്നും ഇല്ല, പക്ഷെ എങ്കിൽ പോലും ആ സിനിമ അവിടെ 175 ദിവസം ഓടി എന്നുള്ളതാണ്. അപ്പൊ ഈ 3 സിനിമകളിൽ അറുന്നും അറിയാമലും തന്നെയാണ് അന്ന് അവിടെ ഈ 3 സിനിമകളിൽ കളക്ട് ചെയ്ത് മെയ് മാസം തുടങ്ങിയതിൽ. അത് കഴിഞ്ഞാൽ കനാകണ്ടേനും ജിത്തനും വിജയിച്ച സിനിമകൾ തന്നെയായിരുന്നു. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ മെയ് മാസം റിലീസായാലും എനിക്ക് തോന്നുന്നു മുംബൈ എക്സ്പ്രസ് മാത്രമാണ് അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ. ബാക്കിയെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രേക്ഷകരെ ത്രസിപ്പിച്ച അല്ലെങ്കിൽ രസിപ്പിച്ച സിനിമകൾ തന്നെയായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് അന്ന് ഇറങ്ങിയ തമിഴ് സിനിമകൾ. ഇതിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാനിതിൽ അന്ന് ഒരു സിനിമയും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ പിന്നീട് DVD ഒക്കെ ആയിട്ടും TV-ലൊക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമകൾ തന്നെയാണ് എല്ലാ സിനിമകളും. അതിൽ സച്ചിനൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു സിനിമ തന്നെ. ഇതിലേറ്റവും ഫേവറേറ്റ് സിനിമ സച്ചിനാണ്. പിന്നെ അറുന്തും അറിയാമലുമാണ്. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.